ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ക്ലാഷസ് ആണ്. 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാഷസ് കാണിക്കുന്നു, ഒരു ഡിസ്എഗ്രിമെൻറ്റ് കാണിക്കുന്നു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇന്നത്തെ എനർജി തന്നെ ആയിക്കൊള്ളണം എന്നില്ല, ഇത് പാസ്റ്റിലെ എനർജി ആകാം. അവിടെ ക്ലാഷസ് നടക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയാൽ ഇവിടെ അതുകൊണ്ട് തന്നെ അൺഫെയ്ത്ത്ഫുൾ ആൻഡ് മാനിപ്പുലേറ്റീവ് ലവ് ആയി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു വിശ്വാസക്കുറവ് അവിടെ വന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ. അതിന് കാരണം 3 ഓഫ് സോർട്സ് ആണ്. അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് കാണിക്കുന്നു. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതിൽ വളരെ അബാൻഡഡ് ആയിട്ടും ഡിസ്എൻഗേജ്ഡ് ആയിട്ടുമുള്ള ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇത്രയും കാർഡ്സ് കിട്ടിയതിൽ നിങ്ങൾ വളരെയധികം പിന്നെ ക്ലാഷസ് കൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതൊരു പക്ഷേ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാകാം. അറിഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചെയ്തു എന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു വിശ്വാസക്കുറവ് വന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇതിനോട് നേരത്തെ പറയാതിരുന്നത്? അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ശരി, ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും അവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസമില്ല. പക്ഷേ നിങ്ങൾക്ക് അത് പിരിഞ്ഞു പോയതിലുള്ള വേദന ചെറുതല്ല, വളരെയധികം വളരെ സങ്കടം. കാരണം വെച്ചാൽ വളരെ സങ്കടം എന്ന് പറയുമ്പോഴേ ഇവിടെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ ആണ്. ആ സ്നേഹമെന്ന് പറഞ്ഞാൽ, അതായത് ഇതാ കാർഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഒരു 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഗ്രോവിങ് ആൻഡ് കോപ്പറേറ്റീവ് ലവ്. നല്ല സുഹൃത്തുക്കളെ പോലെ എല്ലാ കാര്യവും തുറന്നു പറയുന്ന ആളുകളായിരുന്നു നിങ്ങൾ. എല്ലാ കാര്യവും തുറന്നു പറഞ്ഞും പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ നിങ്ങൾ തിരിച്ചും അങ്ങനെയായിരുന്നു. അവിടെയാണ് ഈ വിള്ളൽ ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു വല്ലാത്തൊരു വേദനയായിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ്. പിന്നെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ പിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കൊരു വിഷമം മനസ്സിൽ തോന്നി എങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് ഓർക്കാതിരിക്കാനും ഇങ്ങോട്ട് ഓർക്കാതിരിക്കാനും കഴിയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 24/7 നിങ്ങൾ അന്യോന്യം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെപ്പോഴും ആ ഓർമ്മകളിലാണ്, അത് മറന്നു പോകില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. അത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. അതായത് സോൾ ടൈ ആണ് ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട്. ഹെറോഫൻറ്റ് കാണിക്കുന്നുണ്ട്. സിൻസിയർ ആൻഡ് മോഡസ്റ്റ് ലവ്. നിങ്ങൾ ഈ ലൈഫിൽ ഇവിടെ ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പോലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കണം എന്നാണ് ആഗ്രഹിച്ചത്. ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയാണ്, ഹസ്ബൻഡ് ഓർ വൈഫ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിട്ടുകളയാൻ കഴിയില്ല. അത് വിട്ടുകളയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. നിങ്ങളെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുമോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരുന്നിരിക്കാം എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഹെറോഫൻറ്റ് വന്നിരിക്കുന്നത് സിൻസിയറാണ്. നിങ്ങളോട് നല്ല ഒരു ആത്മാർത്ഥമായ സ്നേഹം തന്നെയായിരുന്നു. വൈഫ് പിന്നെ അങ്ങനെ പിരിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, അങ്ങനെ ഒരു അല്ലെങ്കിൽ ഹസ്ബൻഡ് പിരിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ ഈ സ്നേഹമെന്ന് പറഞ്ഞാലുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ, അത് സോൾ ടൈ ആണ്. അത് പിന്നെ ഡിവൈൻ ലവ് ആണ്, സോൾമേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ല എന്നുള്ളിടത്തേക്കാണ് അത് കാണിക്കുന്നത്. എന്നാൽ ഈ ആൾ വളരെ ഇമ്പേഷ്യൻറ്റ് ആൻഡ് കൺഫ്യൂസ്ഡ് ലവ് ആണ്. വളരെ ഇമ്പേഷ്യൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ടു പേരെയും
പിന്നെ മറക്കാൻ പറ്റില്ല. രണ്ടുപേരും മറ്റേ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഫാമിലിയുടെ കെട്ടുറപ്പാണത്. എന്നാൽ നിങ്ങളോടുള്ള ആ ഒരു അഭിനിവേശം, ആ ഒരു സ്നേഹം മാത്രമല്ല അത്, ഇവിടെ ഭയങ്കര ആത്മബന്ധവുമുണ്ട്. അവിടെ പിന്നെ അഭിനിവേശവുമുണ്ട്. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഈ ആളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ജസ്റ്റിസ് വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫെയർ ആൻഡ് ഡിസേർവിങ് ലവ് വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരേണ്ടതാണ് രണ്ടു പേർക്കും എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നു. ഈ നിങ്ങളുടെ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു ഇതിനൊരു ജസ്റ്റിസ് വേണം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഉള്ള ഒരു തത്രപ്പാടിലാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ യേസ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട്, ഫുൾഫിൽമെൻറ്റ് വന്നിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ. ഇപ്പം നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ തോന്നും ഈ പരിഭവവും പരാതിയും വിഷമങ്ങളും എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. എന്നിട്ട് പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് നിർത്താം, ഈ തമ്മിൽ പിണക്കവും കാര്യങ്ങളും ഒക്കെ എന്ന് പറയാം എന്നൊക്കെ മനസ്സിൽ കരുതും. ഡ്രീമി ഭയങ്കര സ്വപ്ന ലോകത്തിലാണ്, അട്രാക്റ്റീവ് ആൻഡ് ഡ്രീമി ലവ്. അപ്പോൾ ഇത് സ്വപ്നം കാണുന്നു എന്നാണ്. ഇങ്ങനെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം, അല്ലെ ഇങ്ങനെ വേണം എന്ന് നിങ്ങളുമായിട്ടൊരു ബന്ധം പിന്നെ വീണ്ടും കൊണ്ടുപോകണം എന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. വീണ്ടും വീണ്ടും ആ കാർഡാണ് വന്നിരിക്കുന്നത്. 2-3 കാർഡ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. ഇവിടെ നമുക്കൊരു ഗൈഡൻസ് മെസ്സേജ് നോക്കാം. എന്താണ് ഡിവൈൻ പറയുന്നത്? കാരണം ഇത്രയധികം സ്നേഹത്താൽ കുരുങ്ങിക്കിടക്കുന്ന 2 മനസ്സുകൾ എന്നാണ് എനിക്കിവിടെ പറയാൻ പറ്റുന്നത്. ബന്ധം എന്തുമാവട്ടെ, പക്ഷേ ഇവിടെ സ്നേഹത്തിന് ഭയങ്കര വാല്യൂ ആണ്. ഓക്കെ, ദ ഡെത്ത് കാണുന്നുണ്ട്. മിസറബിൾ ചേഞ്ചസ്, ഈ മിസറബിളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ദുഃഖപൂരിതമായ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്ന് കാണിക്കുന്നു. അവിടെ എൻഡിങ്സ് വരാൻ പോകുന്നു. ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് എൻഡിങ്സ് വരാൻ പോകുന്നു. ഇവിടെ ന്യൂ ബിഗിനിങ് വരും എന്നാണ് നിങ്ങളുടെ, അതായത് ഡിവൈൻ ടൈമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ഡിവൈൻ ടൈം വരുമ്പോൾ ഡിവൈൻ ടൈം വരും എന്നാണ്. അതാണ് ഇവിടെ നമുക്ക് ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇത് നടക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഫോളോവിങ് ഹാർട്ട് ആൻഡ് ഡിസയറിങ് ലവ്, പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ഒരുപോലെയാണ്. പിന്നെ വിഷമം ക്ലാഷസൊക്കെ കൂടിയത് വേറെ കാര്യം, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ഏസ് ഓഫ് ഫാൻസ് വരുന്നുണ്ട്. സ്പോണ്ടാനിയസ് ആൻഡ് ഇൻറ്റൻസ് ലവ് ഗൈഡൻസ് മെസ്സേജാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ അവസാനം നമുക്ക് വരുന്നു ഫുൾഫിൽഡ് ആൻഡ് അബണ്ടൻസ് ലവ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ സ്നേഹം ഫുൾഫിൽമെൻറ്റ് വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഉണ്ട്, പക്ഷേ തേർഡ് പാർട്ടിയെ വിട്ട് കളയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ പറഞ്ഞു ഫാമിലിയാണ് എന്ന്. അപ്പോൾ പിന്നെന്താണ് ചെയ്യുക? നിങ്ങൾ ആരെങ്കിലും ഒരാൾ മതി എന്ന് വെക്കണം. പക്ഷേ അതിവിടെ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞു സോൾ കോൺട്രാക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബന്ധമാണ്. സോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? സോൾ കോൺട്രാക്റ്റാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് മറക്കാനോ നിങ്ങളുമായിട്ട് പിരിഞ്ഞ് ജീവിക്കുവാനോ കഴിയില്ല എന്ന് തന്നെ നിസ്സംശയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കാം. നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.